നാട്ടുകാർക്കായി ഗേറ്റിനടുത്ത് മാമ്പഴങ്ങൾ ഒരുക്കി വയ്ക്കുന്ന രണ്ട് സഹോദരിമാരുണ്ട്. പയ്യന്നൂർ ബൈപ്പാസ് റോഡരികിലെ രാമനിലയത്തിൽ 50 സെന്റ് വരുന്ന ഇവരുടെ പുരയിടത്തിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന മാവുകളാണ്. മാമ്പഴക്കാലമായാൽ പയ്യന്നൂർ ബൈപ്പാസ് റോഡരികിൽ സായി മന്ദിരത്തിന് സമീപത്തെ രാമാലയം എന്ന വീടിന്റെ ഗേറ്റിനടുത്ത് മതിലിന് മുകളിൽ പഴുത്ത മാങ്ങകൾ നിരത്തി വെച്ചിട്ടുണ്ടാകും. റോഡിലൂടെ പോകുന്ന ആർക്കും അളവോ തൂക്കമോ എണ്ണമോ നോക്കാതെ അവ എടുക്കാം. വർഷങ്ങളായി ഇതിങ്ങനെ തുടരുന്നു. റിട്ടയർഡ് അധ്യാപികയായ അമ്മൽ കൈതേരി വീട്ടിൽ ലതയാണ് മാവുകളെ നിധി പോലെ സംരക്ഷിക്കുന്നതും നാട്ടുകാർക്കെല്ലാം സൗജന്യമായി മാങ്ങകൾ നൽകുന്നതും. മുംബൈയിൽ ജനിച്ചു വളർന്ന ലത അധ്യാപികയായിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും നാടായ പയ്യന്നൂരിലെത്തിയപ്പോൾ വീട്ടുപറമ്പിലെ മാവുകൾ വെട്ടിമാറ്റാൻ തോന്നിയില്ല. കൂടുതലെണ്ണം നട്ടുപരിപാലിക്കുകയും ചെയ്തു. അങ്ങനെ പറമ്പ് നിറയെ മാവുകളായി. മുറ്റത്തും തൊടിയിലും നോക്കുന്നിടത്തെല്ലാം മാമ്പഴങ്ങളുമായി. ആവശ്യക്കാർക്ക് വീട്ടിൽ വന്നും അല്ലാതെയും മാമ്പഴങ്ങൾ ശേഖരിക്കാം. 20-ലേറെ ഇനം മാവുകളുണ്ട് ഇന്ന് ഈ വീട്ടുവളപ്പിൽ. ഈ മാമ്പഴക്കാലത്ത് മുംബൈയിൽ നിന്ന് അനുജത്തി ഗീതയും ലതയുടെ കൂട്ടിന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20-ൻ്റെ മേലെ 20എങ്കിലും ഉണ്ട് മിനിമം. പല ടൈപ്പാണ്, എന്നാലും 20 മാവ് ഉണ്ട്. 27 വർഷമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പേ ഉണ്ടായത് അമ്മൂമ്മ ഉണ്ടാകുമ്പോൾ 75-ലെല്ലാം ഇവിടെ ഉണ്ട് മാവ്. ഈ നീലമെല്ലാം ഇപ്പോൾ ഇവർ പറിച്ചതെല്ലാം എനിക്കൊന്ന് 75 മുതലേ കായ്ക്കുന്ന മാവാണ്. അപ്പോൾ 10-50 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന അതാണെന്ന് തോന്നിയിട്ടായിരിക്കാം ഞാനത്. എല്ലാ ഫ്രൂട്ട്സും നടലുണ്ട്. ഇപ്പം സകലവും ഉണ്ട് ഇവിടെ. ഏകദേശം പൈനാപ്പിളും വരലുണ്ട്, സീതാപ്പഴം ഇല്ല, ഈ മറ്റേ നിറച്ചും അത് എവിടെന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നടും. സാധാരണ വിതർ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ചോദിച്ചാലെല്ലാം കൊടുക്കും. പിന്നെ പലവരുണ്ട് ഇവിടെ വരുന്നവര് സ്ഥിരം വീട്ടുകളിൽ പോയിട്ട് ഞാൻ കൊടുക്കലുണ്ട്. ഇവിടെ ചിലവർക്കൊന്നും മാവില്ലല്ലോ, അവർക്കെല്ലാം ബാഗിലിട്ടിട്ട്. പക്ഷെ ഇപ്പൊ ബാഗിന് ക്ഷാമാണ്. എനിക്ക് പ്രായമായി, അതുകൊണ്ട് കുറച്ച് പിന്നെ ചൂടായിരുന്നില്ല ഈ കൊല്ലം ഭയങ്കര, അതുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കും, ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.